ഹലോ ഗൈസ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത കേരള വിഭവമായ ചക്ക പായസം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം പഴുത്ത ചക്ക വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചാൽ പായസത്തിന് കൂടുതൽ മധുരവും രുചിയും ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ചക്കയ്ക്ക് എന്തായാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ 2-3 കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചക്കയായിരുന്നു, നല്ല വരിക്കച്ചക്ക. ഇനി ഒരു പാത്രത്തിലുണ്ടല്ലോ നമ്മൾ കുറച്ച് ചവ്വരി എടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് കുതിർക്കാനിടണം. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുതിർക്കാനിട്ട ചവ്വരി ഒന്ന് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാനത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ശർക്കര പാനിയും കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാൻ ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ അത് അവിടെ കിടന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ശർക്കരയും നമ്മുടെ ചവ്വരിയും നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഉരുളി വെച്ച് ആ ഉരുളിയിലോട്ട് നെയ്യ് ഒഴിച്ചു. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിക്ക് പകരം ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചിലർ കടല, നിലക്കടല, കടല എന്നൊക്കെ പല സ്ഥലത്തും പല പേര് പറയും. ഞങ്ങളിവിടെ ഇതിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തൊലി കളഞ്ഞ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറുത്ത മുന്തിരിയും പിന്നെ എള്ളും കൂടെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ ബാലൻസ് ഉള്ള നെയ്യിൽ നമുക്ക് ആ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോരി മാറ്റുമ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് എള്ളൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ പായസത്തിലേക്ക് തന്നെ വരേണ്ട സാധനങ്ങളാണല്ലോ അത്. നമുക്ക് ഈ ചക്ക നന്നായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മറ്റേ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരിയും ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര പാനിയും ചവ്വരിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ആ പാനിയും ശർക്കരയും ചവ്വരിയും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നൊന്ന് നല്ല പോണെ ഒന്ന് വെന്ത് വരണം. അതെല്ലാം കൂടെ ചക്ക അതുമായിട്ട് കിടന്നിരുന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വെന്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചധികം സമയം നമ്മളൊന്ന് ഇത് ശർക്കര പാനിയും ചവ്വരിയും ചക്കയൊക്കെ കൂടെ ഒന്ന് വെന്ത് മിക്സായി വരാൻ നമ്മൾ കുറച്ച് സമയം വേവിക്കണം. എന്നിട്ട് ഞാൻ അതിലായിട്ട് ഇപ്പം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റായിട്ട് ഞാനൊരു ചെറിയൊരു പാക്കറ്റ് മറ്റേ പാൽപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡൊക്കെ പോലെ നമുക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ നമ്മുടെ പായസത്തിന് നൽകും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന എള്ള്, കപ്പലണ്ടിയും പിന്നെ മുന്തിരിങ്ങയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്ന് നമ്മുടെ വീഡിയോകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത വീഡിയോ